Hello dear students, today we are going to deal with chapter 2 of module 1, War and its Aftermath, and the title of the chapter is The Old Prison by Judith Wright, and it's a poem. And let's see. Judith Wright, 1915 to 2000, is one of Australia's most celebrated poets. She spent her childhood at Wallamumbi, her family's sheep ranch in New South Wales. Okay, അപ്പം The Old Prison എന്നാണ് പോയത്തിൻ്റെ ടൈറ്റിൽ, ആൻഡ് ഇറ്റ് ഈസ് റിട്ടൺ ബൈ ജൂഡിത്ത് റൈറ്റ്. Okay, remember that name, Judith Wright, and she is one of Australia's most celebrated poets. അപ്പം ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഓസ്ട്രേലിയൻ പോയറ്റാണ് ജൂഡിത്ത് റൈറ്റ്. She spent her childhood at Wallamumbi. It's a place, okay, Wallamumbi. Her family's sheep ranch in New South Wales. Okay, ranch എന്ന് പറഞ്ഞാൽ it's an area of land where cattle are raised. So ranch is actually an area of land where the cattle are raised. നിങ്ങൾ കണ്ടിട്ട് കാണും, ഈ പഴയ നമ്മുടെ പണ്ടത്തെ ഫിലിംസിലൊക്കെ നോക്കുവാണെങ്കിൽ കാണാം ഇങ്ങനെ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ, അതായത് ക്ലോസ്ഡ് ഒന്നും ആയിരിക്കില്ല, അതായത് ഷെഡോ അങ്ങനെയൊന്നും കാണില്ല, പക്ഷേ ഇങ്ങനെ പുൽമേടുകൾ പോലുള്ളിടത്ത് ഇങ്ങനെ തുറന്നു വിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ നോക്കുന്നവർ അവിടെ തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഷീപ്പ് റാഞ്ച്, അതായത് ഈ ചെമ്മരിയാടുകളുടെ ആ ഒരു തുറന്നു വിട്ടിരിക്കുന്ന അങ്ങനെയുള്ളിടത്തായിരുന്നു അതായിരുന്ന സ്ഥലം, വാലാമുംബി എന്ന് പറയുന്ന ഒരു പ്ലേസ്. ആൻഡ് ഷീ ലിവ്ഡ് ദെയർ. Then she studied at the University of Sydney, from where she went on to travel through Europe with her friends. So she studied in University of Sydneyയിലാണ് പഠിച്ചത്. അവിടെ നിന്ന് ട്രാവലിങ്ങിനായിട്ട് പോവാണ്. On returning to Australia, she bonded again with the land of her childhood days and found in the land her muse. See, അതായത് അവൾ ഒരുപാട് നാടുകളിലൊക്കെ യാത്ര ചെയ്ത് തിരിച്ച് സ്വന്തം നാട്ടിലോട്ട് ഓസ്ട്രേലിയയിലോട്ട് വരുവാണ്. അവിടെയാണ് അവളുടെ ചൈൽഡ്ഹുഡ് ഡേയ്സ് എല്ലാം അവൾ സ്പെൻഡ് ചെയ്തത്. ആൻഡ് ദെയർ ഷീ ഫൗണ്ട് ഹെർ മ്യൂസ് എന്ന് പറഞ്ഞാൽ ആർട്ടിസ്റ്റിക് ഇൻസ്പിറേഷൻ. അത് അത്രയും നാളും ഇല്ലാതിരുന്ന തൻ്റെ ഉള്ളിലെ ഒരു കലാകാരി, ആ ഒരു ആർട്ടിസ്റ്റിക് ആയിട്ടുള്ളൊരു ഇൻസ്പിറേഷൻ അവൾ തിരിച്ചറിയുവാണ് അവളുടെ സ്വന്തം നാട്ടിലോട്ട് വന്നു കഴിയുമ്പം. സോ ദാറ്റ് ഈസ് ആക്ച്വലി മ്യൂസ്, ദ ആർട്ടിസ്റ്റിക് ഇൻസ്പിറേഷൻ. Then there she started working as a statistician at the University of Queensland in Brisbane. ഇതെല്ലാം ഓസ്ട്രേലിയയിലെ സ്ഥലങ്ങളാണ് കേട്ടോ. യൂണിവേഴ്സിറ്റി ഓഫ് ക്യൂൻസ്ലാൻഡ് ഇൻ ബ്രിസ്ബെയിൻ ഇൻ ദ 1940s. ഷീ പബ്ലിഷ്ഡ് ഹെർ പോയിംസ് ഇൻ ലിറ്റററി മാഗസിൻസ്. അപ്പോൾ മുതലാണ് അവളത് എഴുതാൻ തുടങ്ങിയത്, അതായത് കവിതകൾ എഴുതാനൊക്കെ ആയിട്ട് തുടങ്ങി. പോയിംസ് ആണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. The Moving Image was her first published poetry collection. So her first collection was Moving Image എന്നുള്ളതാണ് അവളുടെ ഫസ്റ്റ് പോയിട്രി കളക്ഷൻ. ഷീ ലേറ്റർ മാരീഡ് ജാക്ക് മക്കിനെ, എ ഫിലോസഫി റൈറ്റർ, ഒരു എഴുത്തുകാരനെ തന്നെയാണ് അവൾ പിന്നീട് കല്യാണം കഴിക്കുന്നത്, ജാക്ക് മക്കിനെ. Then she continued to write stories and poems for their daughter Meredith. So after marriage also she continued on her writing, and this time she wrote for her ഡോട്ടർ മെറിഡിത്ത് എന്ന് പറയുന്ന മകൾക്ക് വേണ്ടിയാണ് കഥകളും എഴുതാൻ തുടങ്ങി, കഥകളും കവിതകളും. ദെൻ expanding the horizons of her political involvement, she lent her voice for upholding the rights of Aboriginal Australians and the cause of the environment, both of which are major themes in her poetry. സോ നമ്മുടെ റൈറ്ററുടെ മേജർ തീംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അതായത് വെറും കുട്ടിക്ക് വേണ്ടിയുള്ള കവിതകൾ എന്നതിന് പുറമെ പൊളിറ്റിക്കൽ ഇൻവോൾവ്മെൻറ്റിലോട്ട് അവൾ ഇറങ്ങുവാണ്. ആൻഡ് ഷീ ഗേവ് ഹെർ വോയിസ് ഫോർ അപ്ഹോൾഡിങ് ദ റൈറ്റ്സ് ഓഫ് അബോറിജിനൽ ഓസ്ട്രേലിയൻസ്. ഈ അബോറിജിനൽസ് എന്ന് പറഞ്ഞാൽ അവരാണ് ഒരു ട്രൈബൽ പീപ്പിളാണ്. അവരാണ് ആക്ച്വലി ഓസ്ട്രേലിയ എന്ന് പറയുന്ന നാട്ടിൽ താമസിച്ചത്. നമ്മൾ അമേരിക്കയിലെ അന്ന് പണിത് പഠിച്ച റെഡ് ഇന്ത്യൻസിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലെ ദ റിയൽ പീപ്പിൾ ഓഫ് ഓസ്ട്രേലിയ എന്ന് പറയുന്നത് അവിടുത്തെ അബോറിജിനൽസ് ആയിരുന്നു. അവർ ട്രൈബൽ പീപ്പിളാണ്. ദേ വെർ ലിവിങ് ഇൻ ദ ഓസ്ട്രേലിയ വെൻ യൂറോപ്യൻസ് ആണ്. ഇപ്പോൾ യൂറോപ്യൻസ് അവിടെ എത്തിയപ്പോൾ അവരായിരുന്നു യഥാർത്ഥത്തിൽ അവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇന്ത്യയിലും അമേരിക്കയിലൊക്കെ സംഭവിച്ച പോലെ തന്നെ യൂറോപ്യൻസ് എന്ത് ചെയ്തു, അവരവിടുത്തെ നേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ അങ്ങ് പൂർണ്ണമായിട്ടും തടഞ്ഞ് അവരത് കൈക്കലാക്കി. അപ്പം ഇപ്പോഴും അവിടെ ഈ ഒരു കോൺഫ്ലിക്റ്റും റേഷ്യൽ ഇഷ്യൂ ഒക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ ന്യൂസുകളിലൊക്കെ ഇടയ്ക്ക് കേൾക്കാൻ പറ്റുന്നതാണ്. അങ്ങനെയൊക്കെ അബോറിജിനൽ ഇഷ്യൂ എന്നും പറഞ്ഞ് നമ്മൾ കേൾക്കുന്നതാണ്. അപ്പോൾ അബോറിജിൻസ് എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയയുടെ യഥാർത്ഥ
ആ ഒരു നാടിൻ്റെ അവകാശികൾ. അവരൊരു ട്രൈബൽ പീപ്പിളാണ്, അവരാണ് അവിടുത്തെ അവകാശികൾ. അപ്പോൾ അവരുടെ റൈറ്റ്സിന് വേണ്ടി ഇവൾ എഴുതാൻ തുടങ്ങി. അതാണ് അവളുടെ പോയംസിലൊക്കെയുള്ള മേജറായിട്ടുള്ള ഒരു തീം എന്ന് പറയുന്നത്. സെക്കൻഡ് തീം ഈസ് ദ കോസ് ഓഫ് എൻവയോൺമെൻറ്റ്, അതായത് പ്രകൃതിയെക്കുറിച്ചും പ്രകൃതിക്ക് സംഭവിക്കുന്ന ദോഷങ്ങളെക്കുറിച്ചും ഒക്കെയാണ് പിന്നെ അവളുടെ തീം. അപ്പോൾ ഇത് രണ്ടുമാണ് അവൾ മേജറായിട്ടും എഴുതിയ തീംസ് അല്ലെങ്കിൽ എഴുതുന്ന തീംസ് എന്ന് പറയുന്നത്. then her second collection of poems, വുമൺ ടു മാൻ, ഈസ് എ സെലിബ്രേഷൻ ഓഫ് വുമൻഹുഡ്. അതായത് ഒരു ജെൻഡർ ഇക്വാളിറ്റി എന്നൊക്കെ ഉള്ള രീതിയിൽ, അല്ലെങ്കിൽ സെലിബ്രേഷൻ ഓഫ് വുമൻഹുഡ് എന്നൊക്കെ പറയുന്ന അവളുടെ സെക്കൻഡ് കളക്ഷൻ, അതാണ് വുമൺ ടു മാൻ. ആദ്യത്തേത് മൂവിങ് ഇമേജ് ആയിരുന്നു. ദ സെക്കൻഡ് പോയട്രി കളക്ഷൻ വാസ് വുമൺ ടു മാൻ. ദെൻ പിന്നീട് ദ ഗേറ്റ് വേ ആൻഡ് ബേർഡ്സ് ആർ ടു നോട്ടബിൾ വർക്ക്സ് ഫ്രം 60s. ഒരുപാട് വർക്ക്സ് എഴുതിയിട്ടുണ്ട്. അതർ പോയിട്രി കളക്ഷൻസ് ആർ ദ അതർ ഹാഫ്, കളക്റ്റഡ് പോയംസ് 1942 to 1970, അലൈവ് പോയംസ് 1971 to 72, ഫോർത്ത് ക്വാർട്ടർ ആൻഡ് അതർ പോയംസ് 1976, ആൻഡ് ഫാൻഡം ഡ്വെല്ലിംഗ് 1985. സോ ദർ ആർ മെനി, ഒത്തിരി പോയട്രി കളക്ഷൻസ് എഴുതിയ വ്യക്തിയാണ് ജൂഡിത്ത് റൈറ്റ്. ദെൻ റൈറ്റ് ആർ അല്ല കേട്ടോ, W ആണ്, W സൈലൻ്റ് ആണ്, ഇറ്റ്സ് റൈറ്റ്. Then she wrote profusely, attempting other genres like short stories, non-fiction, fictional, biography and criticism. So അതായത് മറ്റ് കാറ്റഗറീസും, ജാനേഴ്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഈ ലിറ്ററേച്ചറിൽ വരുന്ന കാറ്റഗറീസാണ്. അത് നോവൽസ്, പോയംസ്, സ്റ്റോറീസ്, ഓട്ടോബയോഗ്രഫീസ്, ഷോർട്ട് സ്റ്റോറി, എന്നിങ്ങനെ പല പല കാറ്റഗറികളല്ലേ. അങ്ങനെയുള്ളതിനെ എല്ലാത്തിനെയും കൂടെ കൂട്ടിയാണ് റാനർ എന്ന് പറയുന്നത്. ഓക്കെ, റാൻഡ്രേ എന്ന് പറയും. നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഇറ്റ്സ് റാൻഡ്രേ. So she wrote profusely. So she write in a large amount in other genres also, like short stories എഴുതിയിട്ടുണ്ട്, നോൺ ഫിക്ഷൻസ് എഴുതിയിട്ടുണ്ട്, ഫിക്ഷണൽ ബയോഗ്രഫി എഴുതിയിട്ടുണ്ട്, ക്രിറ്റിസിസം എഴുതിയിട്ടുണ്ട്. ക്രിറ്റിസിസം ഈ ഒരാളെ ഇങ്ങനെ അപലപിച്ചുകൊണ്ടിരുന്ന ക്രിറ്റിസിസം, ബയോഗ്രഫി മറ്റുള്ളവരുടെ ആത്മകഥയല്ല, ബയോഗ്രഫി മീൻസ് മറ്റുള്ളവരെക്കുറിച്ച് നമ്മൾ എഴുതുന്നതാണ് ബയോഗ്രഫി. ദെൻ ഫിക്ഷണൽ എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് ടു കെട്ടുകഥകളാണ് ഫിക്ഷൻസ്. നോൺ ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ റിയൽ ലൈഫ് സ്റ്റോറീസാണ്. അപ്പോൾ അങ്ങനെ ഒരു പോയം സ്റ്റോറി മാത്രമല്ല, ഒരുപാട് കാറ്റഗറി ഓഫ് വർക്ക്സ്, ജാൻറേസ് ഒക്കെ എഴുതിയ ആളാണ് നമ്മുടെ ജൂഡിത്ത് റൈറ്റ്. And then the Judith Wright Prize is awarded annually for a book of poems published the previous year by the Australian author. See, അത് മാത്രമല്ല, അവളുടെ പേരിലൊരു അവാർഡ് വരെ ഓസ്ട്രേലിയയിലുണ്ട്. എന്താണെന്ന് നോക്കിയാൽ അതിൻ്റെ പേര് ജൂഡിത്ത് റൈറ്റ് പ്രൈസ് എന്നാണ്. അത് കൊടുക്കുന്നത്, അതായത് ഒരു വർഷം, ഒരു കണ്ടിന്യൂ, ഇപ്പോൾ 2020 ജാനുവരി ടു 2021 ജാനുവരി എടുക്കുവാണ്. അപ്പോൾ ആ ഒരു വർഷം, അതായത് ഏറ്റവും നല്ല പോയംസ് എഴുതിയ, പബ്ലിഷ് ചെയ്ത, അതിൽ ഏറ്റവും ബെസ്റ്റാണെന്ന് തോന്നുന്ന ഒരു ഓസ്ട്രേലിയൻ ഓഥറിന് കൊടുക്കുന്ന പ്രൈസാണ്. അപ്പോൾ അത് ഓരോ വർഷവും കൊടുത്തുകൊണ്ടിരിക്കും. ഇപ്പം 2020 ജാനുവരി ടു 21 ജാനുവരി ആണെങ്കിൽ ഒരെണ്ണം, 21 ജാനുവരി ടു 22 ജാനുവരി, ആ ഒരു കാലയളവിൽ മാത്രം എഴുതിയതിൽ ഏറ്റവും ബെസ്റ്റ് നോക്കിയാണ് കൊടുക്കുന്നത്. അതാണ് ജൂഡിത്ത് റൈറ്റ് പ്രൈസ്. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് അവർ റൈറ്റർ ജൂഡിത്ത് റൈറ്റിനെ കുറിച്ച് ഒരു ഓവറോൾ ഒരു ഐഡിയ കിട്ടിക്കാണും. ഓസ്ട്രേലിയൻ പോയറ്റാണ്. അതുപോലെ തന്നെ അവളുടെ മേജർ വർക്ക്സിൽ വരുന്നത് അബോറിജിനൽസ് വേണ്ടിയുള്ള ആ ഒരു ഫൈറ്റ്, പിന്നെ എൻവയോൺമെൻറ്റ് ഇഷ്യൂസാണ് വരുന്നത്. പിന്നെ അങ്ങനെ ഒരുപാട് പോയംസ് പല പല ജാൻറേസിൽ എഴുതിയിട്ടുണ്ട്. പോയംസാണ് കൂടുതലായിട്ടും ഉള്ളത്, എന്നാലും മറ്റു പലതും ധാരാളമായിട്ട് എഴുതിയിട്ടുള്ള ഒരു റൈറ്ററാണ്. ഓക്കെ, ആൻഡ് ദെൻ നൗ വി ആർ മൂവിങ് ഓൺ ടു ദ പോയം. നമ്മുടെ പോയത്തിൻ്റെ ടൈറ്റിൽ എന്തായിരുന്നു? ദ ഓൾഡ് പ്രിസൺ. പ്രിസൺ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ജയിലാണ് ശരിക്കും പറഞ്ഞാൽ പ്രിസൺ എന്ന് പറഞ്ഞാൽ. ദ പോയം ദ ഓൾഡ് പ്രിസൺ ഈസ് അബൌട്ട് ദ കൺവിക്റ്റ് ബിൽറ്റ് ജയിൽ അറ്റ് ട്രയൽ ബേ നിയർ കെംസി. ഓൾഡ് പ്രിസൺ എന്ന് പറയുമ്പോൾ ടൈറ്റിൽ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ഓൾഡ് പ്രിസൺ എന്ന് പറയുന്നത് എന്താണ്? പഴയ ജയിൽ. അപ്പോൾ ജയിലിനെ കുറിച്ച് തന്നെയാണ്. ആൻഡ് ഇറ്റ് ഈസ് അബൌട്ട് ദ കൺവിക്റ്റ് ബിൽറ്റ് ജയിൽ. കൺവിക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ക്രിമിനൽസ് തനിയെ ഉണ്ടാക്കിയ ജയിൽ. ഓക്കെ, അപ്പം കൺവിക്റ്റ് ബിൽറ്റ് എന്ന് പറയുമ്പം, അതായത് നമ്മൾ ഞാൻ പറയാം, നമ്മൾ നോക്കുവാണെങ്കിൽ ഈ പല പല ഈ ജയിലിൽ നമ്മൾ തടവിൽ കൊണ്ടിരുന്നവരെ കൊണ്ട് നമ്മൾ ഓരോരോ ജോലികൾ ചെയ്യിപ്പിക്കില്ലേ. അപ്പോൾ അങ്ങനെ അവർ തന്നെ ക്രിയേറ്റ് ചെയ്തെടുത്ത ഒരു ജയിൽ, അവർ തന്നെ പണിത ജയിലാണ്
ജയിലിനെ കുറിച്ചാണ് ഈ പോയം, ദ ഓൾഡ് പ്രിസൺ എന്നുള്ളത്. സോ ഇറ്റ് ഈസ് ആക്ച്വലി കൺവിക്റ്റ് എന്ന് പറഞ്ഞാൽ ക്രിമിനൽ, കുറ്റക്കാരാണെന്ന് തെളിഞ്ഞവരാണ് കൺവിക്ട്സ്. സോ ദ കൺവിക്റ്റ് ബിൽറ്റ് ജയിൽ അറ്റ്, എവിടെയാണത്? ട്രയൽ ബേ. ട്രയൽ ബേ എന്ന് പറഞ്ഞാൽ ഒരു കടൽ തീരമാണ്. ട്രയൽ എന്ന് പേരുള്ള ഒരു ബേ എന്ന് പറയുമ്പോൾ അറിയാലോ സീഷോറാണ്. അപ്പം ട്രയൽ എന്ന് പേരുള്ള ഒരു കടൽ തീരമാണ് അവിടെയാണ്. ആൻഡ് ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് നിയർ കെംസെ. കെംസെ എന്ന് പറയുന്ന സ്ഥലത്തിന് അടുത്താണത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് ട്രയൽ ബേ, ഓർത്തിരുന്നോണം. ട്രയൽ ബേ, വെരി ഇമ്പോർട്ടൻറ്റ് നെയിം. ആൻഡ് ദിസ് പോയം ഈസ് അബൌട്ട് a convict built jail that is located in the Trial Bay near Kemsey. In 1816, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് 1816 ദ ഷിപ്പ് ട്രയൽ, കപ്പലുകൾക്ക് പേരുണ്ട്, നിങ്ങൾക്കറിയാലോ അല്ലേ. അപ്പം ദ ട്രയൽ എന്ന് തന്നെ പേരുള്ളൊരു കപ്പൽ, അതായത് ട്രയൽ ബേ ആണ് നമ്മൾ പറയുന്ന പ്രസന്റ് ഇരിക്കുന്നത്. അവിടെ ആ ഒരു കടലിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് ട്രയൽ എന്ന് പേരുള്ള ഒരു ഷിപ്പ് തന്നെ വ്രെക്ഡ് എന്ന് പറഞ്ഞാൽ ഈ കപ്പൽ തകരുന്നതിനാണ് വ്രെക്ഡ് എന്ന് പറയുന്നത്. സോ വ്രെക്ഡ് നിയർ ദ എപ്പോണിമസ് ബേ. എപ്പോണിമസ് എന്ന് പറഞ്ഞാണ്ടല്ലോ, ട്രയൽ എന്നാണ് ഷിപ്പിൻ്റെ പേര്, ട്രയൽ എന്ന് തന്നെയാണ് ആ ബേയുടെയും പേര് അല്ലെങ്കിൽ സീഷോറിൻ്റെയും പേര്. അതുകൊണ്ടാണ് എപ്പോണിമസ്, സെയിം നെയിം എന്നാണ് അർത്ഥം. സോ എപ്പോണിമസ് ബേ ഡ്യൂ ടു എ മ്യൂട്ടനി among the convicts aboard it for the bounty on board the ship. അപ്പോൾ എങ്ങനെയാണ് ആ കപ്പൽ തകരുന്നത്? മ്യൂട്ടണി, ചെറിയ തമ്മിലുള്ള ഈ വഴക്കിനാണ് മ്യൂട്ടണി എന്ന് പറയുന്നത്. മ്യൂട്ടണി എമംഗ് ദ കൺവിക്ട്സ്, അതായത് തടവ് പുള്ളികളെ അല്ലെങ്കിൽ ജയിൽ പുള്ളികളെ കൊണ്ടുവന്ന അങ്ങോട്ട് കൊണ്ടുവന്ന ജയിൽ പുള്ളികളെ കപ്പലിൽ കൊണ്ടുവരുമായിരുന്നു. ആ കൊണ്ടുവരുന്നവർക്ക് അവിടെ എത്താറായപ്പോഴത്തേക്കും കപ്പലിൻ്റെ അബോർഡ് എന്ന് പറഞ്ഞാൽ ഓൺ ദ ഷിപ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഷിപ്പിൽ വെച്ച് തന്നെ ജയിൽ പുള്ളികൾ തമ്മിൽ ചെറിയൊരു വഴക്കുണ്ടായി. മ്യൂട്ടണി, അതായത് ചെറുതെന്ന് പറയത്തില്ല, വലിയൊരു വഴക്കുണ്ടായി. ആ വഴക്കിൻ്റെ ഫലമായിട്ട് എന്താ സംഭവിച്ചത്? ആ വഴക്കിൻ്റെ ഫലമായി എന്തിനു വേണ്ടിയായിരുന്നു വെച്ചാൽ ഫോർ ദ ബൗണ്ടി ഓൺ ദ ബോർഡ് ഓഫ് ഷിപ്പ്. കപ്പലിൽ കുറച്ച് പണം ഉണ്ടായിരുന്നു. അതായത് ഈ തടവ് പുള്ളികളെ ഇങ്ങനെ അവരുടെ ഇങ്ങനെ വില പോലെ ഇടുന്ന ഒരു സംഭവമുണ്ട്, അതാണ് ബൗണ്ടി എന്ന് പറയുന്നത്, മണി. സോ ദർ വാസ് സം മണി ഇൻ ദ ഷിപ്പ്. കുറച്ച് പൈസ ഉണ്ടായിരുന്നു ഷിപ്പിൽ. അപ്പം അതിനു വേണ്ടി, ആ പൈസയ്ക്ക് വേണ്ടി ഈ തടവ് പുള്ളികൾ തമ്മിൽ തന്നെ ഒരു വഴക്കുണ്ടാവുകയാണ്. ആ വഴക്കിൽ ആ കപ്പൽ തകരുവാണ്. അതായത് കപ്പലിൻ്റെ പേര് ട്രയൽ എന്ന് തന്നെയായിരുന്നു, ആ സീഷോറിൻ്റെ പേരും ട്രയൽ എന്ന് തന്നെയാണ്, ഓർത്തിരുന്നോണം. ദെൻ അങ്ങനെ ഒരു ഇഷ്യൂ അവിടെ നടക്കുവാണ്. In 1879, work began on the construction of a gaol for the purposes of using prison labor in the bay. അപ്പോൾ ഇത് നടക്കുന്നത് 1816 അവിടെ വെച്ച് അങ്ങനെ ഒരു മിക്കവാറും അങ്ങനെയായിരിക്കും അതിന് ആ ട്രയൽ എന്നുള്ളൊരു പേര് തന്നെ വന്നത്. അത് കഴിഞ്ഞ് 1879 വർക്ക് ബിഗാൻ ഓൺ ദ കൺസ്ട്രക്ഷൻ ഓഫ്, അപ്പോൾ അത്രയും നാളും ചിലപ്പോൾ ഒരു ചെറിയൊരു ഷെൽട്ടറിലായിരിക്കാം ജയിൽ ഉണ്ടാക്കിയിരുന്നത്. അത് കഴിഞ്ഞ് 1879 ഒരു വലിയൊരു ഗൗൾ എന്ന് പറഞ്ഞാൽ ജയിലാണ്, ജയിൽ നിർമ്മിക്കാനായിട്ട് തുടങ്ങുകയാണ്. ഫോർ ദ പർപ്പസ് ഓഫ് യൂസിങ് പ്രിസൺ ലേബർ ഇൻ ദ ബേ, അതായത് ആ ജയിലിലെ ആൾക്കാരെ കൊണ്ട് പണിയെടുപ്പിക്കാനായിട്ട്, അതായത് അവരെ ജോലിക്ക് വെക്കാനും പണിയെടുപ്പിക്കാനൊക്കെ ആയിട്ട് അവിടെ ഒരു ജയിലിൻ്റെ നിർമ്മാണം അങ്ങ് തുടങ്ങുവാണ്. ദെൻ ബട്ട് അവിടെ നല്ലൊരു ജയിൽ നിർമ്മിച്ചു. ആൻഡ് ദ ജയിൽ വാസ് അബാൻഡൺ ഇൻ 1903. അബാൻഡൺ എന്ന് പറഞ്ഞാൽ ഇത് സംഭവിക്കുന്ന 1879 അവരത് തടവ് പുള്ളികളെ കൊണ്ട് തന്നെ ഒരു നല്ലൊരു ജയിൽ നിർമ്മിച്ചു. അത് കഴിഞ്ഞ് 1903 അത് ഉപേക്ഷിച്ചെന്ന് പറഞ്ഞാൽ തടവുകാരൊന്നും ഇല്ലാതെ എല്ലാവരെയും അവിടെ നിന്ന് മാറ്റി, പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചു. ലേറ്റർ ഓവർ 500 ജർമ്മൻ പ്രിസണേഴ്സ് ഓഫ് വേൾഡ് വാർ were held there, but the building was closed again in 1922. അപ്പോൾ 1903 അവർ ആ പണിത ജയിൽ, അവിടെ കുറച്ച് നാൾ തടവുകാരുണ്ടായിരുന്നു, പിന്നെ അവരെ ഉപേക്ഷിച്ച് മാറ്റി, അവിടെ അബാൻഡൺ ചെയ്തു. അത് കഴിഞ്ഞ് വീണ്ടും വേൾഡ് വാർ വന്നപ്പം എന്ത് സംഭവിച്ചു? ഇനി തടവുകാരെ പാർപ്പിക്കേണ്ട, അതായത് ജർമ്മനിയിൽ നിന്ന് അല്ലെങ്കിൽ ജർമ്മൻ പ്രിസണേഴ്സിനെ താമസിപ്പിക്കേണ്ട ഒരവസ്ഥ വന്നു വേൾഡ് വാർ 1. അപ്പോൾ വീണ്ടും അങ്ങോട്ട് കൊണ്ടുവന്നു അവിടെ താമസിപ്പിച്ചു. പക്ഷേ അത് 1914 to 1918 സെക്കൻഡ് വേൾഡ് വാർ, ഫസ്റ്റ് വേൾഡ് വാർ നടക്കുന്നത്. അത് കഴിഞ്ഞ് 1922 പിന്നെ അത് അടച്ചിട്ടു, പിന്നെ അതവിടെ ക്ലോസ് ചെയ്തു. ദെൻ time and the ravages of war have taken their toll and today the jail is in ruins. അപ്പം ഇത്രയാണ് ആ ജയിലിനെ കുറിച്ച് ടോട്ടലി ഉള്ള അവിടുത്തെ ആ ഓൾഡ് പ്രിസനെ കുറിച്ചാണ് ഈ കവിത തന്നെ. അപ്പോൾ ഇതാണ് അവിടെ മെയിനായിട്ടും പറഞ്ഞിരിക്കുന്നത്. ദെൻ
ടൈം ആൻഡ് ദ റാവേജസ്. ടൈം എന്ന് പറഞ്ഞാൽ ദ ഡാമേജ് ആണ്. ടൈം ആൻഡ് ദ റാവേജ് മീൻസ് ഡാമേജ് ആണ്. ഡാമേജ് ഓഫ് ഓവർ ഹാവ് ടേക്കൺ ദെയർ ടോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ടോളെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഭൂമികൾക്ക് അല്ലെങ്കിൽ അതുപോലെയുള്ള നാച്ചുറൽ ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോൾ ഒരുപാട് ആളുകൾ മരിക്കില്ലേ, അങ്ങനെയുള്ള മരണത്തിനാണ്. അതായത് ആരുടെ ഉത്തരവാദിത്വത്തിലല്ല, പക്ഷേ തീപിടുത്തം ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുമ്പോൾ അങ്ങനെ നാച്ചുറൽ ഡിസാസ്റ്ററിൽ മരിക്കുന്നവരുടെ ഡെത്താണ് ടോളെന്ന് പറയുന്നത്. ആൻഡ് ടുഡേ ദ ജയിൽ ഈസ് ഇൻ റൂയിൻസ്. അപ്പം ടൈം കാലപ്പഴക്കം കൊണ്ട്, അതുപോലെ തന്നെ യുദ്ധങ്ങളൊക്കെ അവിടെ ഇഷ്ടംപോലെ യുദ്ധങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ആ യുദ്ധങ്ങൾ ഉണ്ടാക്കിയ ഡാമേജസ്, പിന്നെ അതുപോലെ തന്നെ എന്താണ് ഈ നാച്ചുറൽ ആയിട്ടുള്ള ഡിസാസ്റ്റർ, അതായത് വെള്ളപ്പൊക്കമാകാം, അല്ലെങ്കിൽ എന്താണ് അതുപോലെ എന്നാ ഈ വെള്ളപ്പൊക്കമാകാം, അതുപോലെ തന്നെ ഈ തിരമാലകൾ ആഞ്ഞടിച്ച് റൂയിൻസ് അത് തകർന്നു പോവില്ല. അങ്ങനെ കടൽ തീരത്താണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ വരാം. അപ്പോൾ അങ്ങനെയെന്ന് വെച്ചാൽ ജയിലിപ്പം ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു നശിച്ച അവസ്ഥയിലാണ് കിടക്കുന്നത്. ഓൺ എ വിസിറ്റ് ടു ദ സൈറ്റ് the poet is affected by the sight of the disintegrated building. അപ്പം ഇതിങ്ങനെ തകർന്ന് ഇങ്ങനെ കിടക്കുവാണ്, പഴയ അവശിഷ്ടങ്ങളൊക്കെ ആയിട്ട് 1870 പണ്ട് ചരിത്രം തൊട്ട് കിടക്കുന്നതല്ലേ. അപ്പോൾ ഒരിക്കൽ പോയിട്ട് ഇങ്ങനെ നമ്മൾ പറഞ്ഞു പുറമേയുള്ള യാത്രകളൊക്കെ കഴിഞ്ഞ് തിരിച്ച് സ്വന്തം നാട്ടിലോട്ട് വരുവാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരിക്കലും ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ അവിടെ ചെല്ലുവാണ്. അവിടെ ചെല്ലുമ്പോൾ ഷീ ഈസ് വിസിറ്റിംഗ് ദാറ്റ് സൈറ്റ് ആൻഡ് ഷീ ഈസ് അഫക്റ്റഡ് ബൈ ദ സൈറ്റ് ഓഫ് disintegrated building. So disintegrated means that the building is broken into parts, break into parts. അതാണ് ഡിസിൻറ്റഗ്രേറ്റഡ്. അപ്പോൾ അതിൻ്റെ ആ ഒരു അവസ്ഥ പോയറ്റിനെ ഭയങ്കരമായിട്ട് അങ്ങ് അഫക്റ്റ് ചെയ്യുവാണ്. ഷീ കോണ്ടംപ്ലേറ്റ്സ് ദ സാഡ്നെസ് ഓഫ് ദ പ്രിസണേഴ്സ് ഹൂ വെയർ വൺസ് ഹൗസ്ഡ് ദെയർ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവളുടെ മനസ്സിലോട്ട് ആദ്യം വന്നത് ഒരു കാലത്ത്, അതായത് അവിടെ ജയിൽ പുള്ളികളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന കാലത്ത് അവിടെ താമസിച്ചിരുന്ന അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു ബുദ്ധിമുട്ട് കഷ്ടപ്പെട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ആ ഒരു തടവുകാരുടെ ആ ഒരു എന്താണ് വിഷമം, സാഡ്നെസ്സിനെ കുറിച്ച് അവൾ കോണ്ടംപ്ലേറ്റ് മീൻസ് ലുക്ക് തോട്ട്ഫുള്ളി, ഭയങ്കര ആലോചനയിൽ ഇങ്ങനെ മുഴുകി നിന്നു. ഹു വെയർ വൺസ് ഹൗസ്ഡ് ദെയർ. ദ റിമെയിൻസ് ഓഫ് ദ ബിൽഡിംഗ് സീം to foreground the desolation and despondency felt by the prisoners during their isolated melancholic existence far from their homeland. The remains of the building seem to foreground, അതായത് ആ തകർന്നു കിടക്കുന്ന ആ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾ അതെന്തിനെയാണ് ഓർമ്മിപ്പിച്ചത്? ദ ഡെസൊലേഷൻ എന്ന് പറഞ്ഞാൽ ലോൺലിനെസ്, ഏകാന്തത, ആൻഡ് ഡെസ്പോട്ടൻസി എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് ഹോപ്പാണ്, പ്രതീക്ഷ നശിച്ച, അതായത് എന്താണ് ഡെസൊലേഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു ഏകാന്തത. ഡെസ്പോണ്ടൻസി എന്ന് പറഞ്ഞാൽ ജയിലിൽ കഴിയുന്നവർക്ക് എന്ത് പ്രതീക്ഷയാണ്? ചിലപ്പോൾ അവിടെ ഒരു പെട്ടെന്നൊരു കടലാക്രമണം ഉണ്ടാവരുത്, അവരുടെ ലൈഫ് തീർന്നു, അവരുടെ ലൈഫിന് യാതൊരു ഗ്യാരണ്ടി ഇല്ല. സോ ദാറ്റ് ഡെസ്പോണ്ടൻസി ഫെൽറ്റ് ബൈ ദ പ്രിസണേഴ്സ് ഡ്യൂറിങ് ദെയർ ഐസൊലേറ്റഡ് മെലൻകലിക് സാഡ്നെസ് ആണ് എക്സിസ്റ്റൻസ് ഫാർ ഫ്രം ദെയർ ഹോം, അവരുടെ സ്വന്തം നാട്ടിൽ നിന്ന്, അവരുടെ ഹോം ലാൻഡിൽ നിന്ന് ഒരുപാട് ദൂരെ ഇതുപോലുള്ള ഏകാന്തതയിൽ, അതുപോലെ തന്നെ യാതൊരു പ്രതീക്ഷയുമില്ലാതെ ജീവിക്കേണ്ട ഒരു ഒറ്റയ്ക്ക് ഐസൊലേറ്റഡ് ആയിട്ടുള്ള സ്ഥലത്ത് ആ ഒരു ഭയങ്കര വിഷമത്തോടുകൂടി ജീവിക്കേണ്ടി വരേണ്ട അവരുടെ ആ ഒരു ഫീലിംഗ് അത് ആ ബിൽഡിങ്സിൽ പോലും റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് റൈറ്റർക്ക് തോന്നുന്നത്. ദെൻ ദ ഹാവോക്ക് wreaked upon the prison walls by the merciless weather and concerted efforts of the wind and the ocean makes the poet think that what befell the jail was the culmination of the rancor and malice that the greed of mutineers and the grief of the forlorn was prisoners brought. അതായത് ആ ജയിൽ കാണുമ്പം റൈറ്റർക്ക് തോന്നുന്ന ഫീലിങ്സ് ആണ് പറയുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കിയേ. ദ ഹാവക്ക് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രക്ഷൻ ആണ്. havoc wreaked upon the prison walls by the merciless weather. അവിടെ കടൽ തീരം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ ഭയങ്കരമായ മോശം വെതറായിരിക്കും. അപ്പോൾ അതെന്താണ്, അതിങ്ങനെ ജയിലിൻ്റെ ഭിത്തികളിലോട്ട് ഇങ്ങനെ അടിച്ചു കയറും. അപ്പോൾ അതങ്ങനെ തകർത്ത് വെച്ചിരിക്കുകയാണ്, ഡിസ്ട്രക്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആൻഡ് കൺസേർട്ടഡ് എഫക്ട്സ് ഓഫ് വിൻഡ് ആൻഡ് ഓഷൻ. കൺസേർട്ട് മീൻസ് ജോയിൻറ്റ്. ഈ വെതർ മാത്രമല്ല, പിന്നെന്താണ്, കാറ്റും ഓഷ്യനും ഒരുമിച്ച് അതായത് അവരും അങ്ങനെ ഇതെല്ലാം കൂടിയാണ് ആ ഒരു സ്ഥലം നശിപ്പിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു മോശം വെതർ, അതുപോലെ തന്നെ വിൻഡ്, ഓഷ്യൻ, ഇവരെല്ലാവരും കൂടി
അതെന്താണ്, ഒരു ഭയങ്കര ഒരു ഡിസ്ട്രക്ഷൻ ആക്കിയിട്ടിരിക്കുകയാണ്. ദ പോയറ്റ് തിങ്ക് ദാറ്റ് വാട്ട് ബിറ്റൽ ദ ജയിൽ, ബിറ്റൽ മീൻസ് വാട്ട് ഹാപ്പൻഡ് എന്നാണ്, ഹാപ്പൻ ടു ദ ജയിൽ വാസ് ദ കൾമിനേഷൻ ഓഫ് ദ റാൻകർ. സി, അതായത് ജയിലിൽ സംഭവിച്ച എന്തായിരിക്കാം, അല്ലെങ്കിൽ ജയിലിലെ ആളുകൾ എങ്ങനെയായിരിക്കാം ജീവിച്ചിരുന്നതൊക്കെ ചിന്തിക്കുകയാണ്. അപ്പോൾ പറയുകയാണ് ഏറ്റവും പീക്ക് ലെവലിലുള്ള, അതാണ് കൾമിനേഷൻ, ദ ഹയസ്റ്റ് പോയിൻ്റ് ആണ്, പീക്ക് ലെവൽ ഓഫ് ദ ബിറ്റർനെസ്, സാഡ്നെസ് ആൻഡ് മലീസ്. മലീസ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ നമ്മൾ ടു ഹാം സമ്മൺ ആണ് മലീസ്. ദാറ്റ് ദ ഗ്രീഡ് ഓഫ് ദ മ്യൂട്ടിനേഴ്സ്, മ്യൂട്ടിനേഴ്സ് എന്ന് പറഞ്ഞാൽ അന്ന് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ആ കപ്പലിൻ്റെ മുകളിൽ വഴക്കുണ്ടാക്കിയവർ, അതായത് തമ്മിൽ തല്ലിയ പ്രിസണേഴ്സ്, അതാണ് മ്യൂട്ടിനേഴ്സ്. ആൻഡ് ദ ഗ്രീഫ് ഓഫ് ദ ഫോർലോൺ എന്ന് പറഞ്ഞാൽ സാഡ് വാർ പ്രിസണേഴ്സ് ബോട്ട്. സി, അപ്പം റൈറ്റർക്ക് തോന്നുവാണ് ഈ ഒരു ഹാവക്ക്, അതായത് ഈ കാറ്റും വെതറും അതുപോലെ തന്നെ ഓഷ്യനും അവരുടെ എല്ലാം ഉണ്ടായത് ആ ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ആ ഒരു ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ബിറ്റൽ, അതായത് ആ ഒരു ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ തുല്യമായ ഒന്നാണ് അന്ന് കപ്പലിൽ നടന്ന അവർ തമ്മിൽ നടന്ന ആ ഒരു വഴക്കും പ്ലസ് അത് കഴിഞ്ഞ് പിന്നെ ഉണ്ടായ ആ ഒരു എന്താണ് മ്യൂട്ടിനേഴ്സിനുണ്ടായ അവരുടെ അത്യാർത്തി, അതാണ് ഗ്രീഡ് എന്ന് പറയുന്നത്, അത്യാർത്തി. അതുപോലെ തന്നെ കൊണ്ടുവരുന്ന പ്രിസണേഴ്സിൻ്റെ രോദനങ്ങൾ, അങ്ങനെ പറഞ്ഞ മൊത്തത്തിലുള്ളൊരു ഭീകരമായൊരു അന്തരീക്ഷമാണ് അവിടെ ഉള്ളത്. ദിസ് തീം ഈസ് സസ്റ്റെയിൻഡ് ബൈ ദ യൂസ് ഓഫ് സ്ട്രോങ് ഇമേജറി. സി, അപ്പോൾ നമ്മൾ ഈ പോയത്തിലുടനീളം ഇമേജറീസ് ഒത്തിരി കാണും. ഇമേജറി എന്ന് പറഞ്ഞുകൊണ്ടല്ലോ നമ്മൾ ഈ പെയിൻറ്റഡ് പിക്ചേഴ്സ് പോലെയാണ്. അതായത് നമ്മളിങ്ങനെ അതായത് നമ്മളിപ്പോൾ ഇമേജറിക്ക് എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഒരു ഫിലിം നിങ്ങൾ ഫിലിംസിൽ ശ്രദ്ധിച്ചാൽ മതി. ഒരു ഫിലിം ആലോചിക്കുക. അപ്പോൾ ഒരു ഫിലിം പണ്ടത്തെ, ഇപ്പോഴത്തെ അങ്ങനെയില്ല, പണ്ടത്തെ ഫിലിംസിലൊക്കെ എന്താണ് നല്ലൊരു ഒരു ഹാപ്പിനെസ് കാണിക്കാൻ, സന്തോഷമാണ് കാണിക്കുന്നതെങ്കിൽ ചിലപ്പോൾ നല്ല പൂക്കളൊക്കെ കാണിക്കാറില്ലേ, അത്. ഇനിയിപ്പം ഒരു കൊലപാതകത്തിൻ്റെ ഒരു സീനാണ് കാണിക്കുന്നതെങ്കിൽ സ്ക്രീൻ ഫുള്ള് അല്ലെങ്കിൽ കുറേ ചോരത്തുള്ളികൾ കിടക്കുന്ന കാണും, അല്ലെങ്കിൽ റെഡ് കളറ് കാണിക്കും. ഇതൊക്കെ എന്താണ്, അതൊക്കെ ഇമേജറിയാണ്, നമ്മൾ പറയാതെ പറയുവാണ്. ഓക്കെ, അപ്പം നമ്മൾ ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലെ മീനിങ് ആണ് നമ്മൾ നോക്കുന്നത്. കുറച്ച് ഇമേജസ് മാത്രമേ നമുക്ക് തരുള്ളൂ. അത് ഞാൻ ഈ പറഞ്ഞതുപോലെ റെഡ് കളറാകാം, അല്ലെങ്കിൽ അതുപോലെ തന്നെ എന്തെങ്കിലും ഒബ്ജക്ട്സ് ആകാം, അത് പൂക്കളാകാം, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒബ്ജക്ട്സ് കാണും. അപ്പോൾ അതൊന്ന് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ഈ ഒരു ഐഡിയയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതിനാണ് ഇമേജറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോയം മുഴുവൻ അങ്ങനെയുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ജനറൽ ആയിട്ടുള്ളൊരു ഇൻട്രഡക്ഷൻ. ആൻഡ് യു ഹാവ് ടു ഡു വൺ തിങ്, പോയമാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഇൻട്രഡക്ഷൻ പറഞ്ഞതെല്ലാം കേട്ട് അതിൻ്റെ മീനിങ്സ്, ടെക്സ്റ്റിലില്ലാത്ത മീനിങ്സ് കറക്റ്റായിട്ട് എഴുതണം. ഓക്കെ, എന്നാലേ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിവിടെ എക്സാമ്പിൾ കാണിച്ചിട്ടില്ലേ, ഓരോ വേർഡിൻ്റെ മുകളിലും മീനിങ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ എഴുതിയാലേ നിങ്ങൾക്ക് കറക്റ്റ് പിടിയിട്ടുള്ളൂ. സോ യു ഹാവ് ടു ഡു ദാറ്റ് വൈൽ ലിസണിങ് ടു ദിസ് വീഡിയോ. ഓക്കെ, സോ നൗ വി വിൽ മൂവ് ഓൺ ടു ദ പോയം ദ ഓൾഡ് പ്രിസൺ. വെരി സിമ്പിൾ പോയമാണ്, പെട്ടെന്ന് ശ്രദ്ധിച്ചോണം. അതിൻ്റെ എക്സ്പ്ലനേഷൻ എല്ലാം ടെക്സ്റ്റിൻ്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. സോ വി വിൽ മൂവ് ഓൺ ഫാസ്റ്റ്. ദ ഓൾഡ് പ്രിസൺ ബൈ ജൂഡിത്ത് റൈറ്റ്. The rows of cells are unroofed, a flute for the wind's mouth, who comes with a breath of ice from the blue caves of the south. The rows of cells are unroofed. റോസ് എന്ന് പറഞ്ഞാൽ സെൽ അറിയാലോ നിങ്ങൾക്ക്, ജയിലിനെ കുറിച്ചാകുമ്പം ജയിലിലെ ആ ഒരു സെൽസ് അല്ലെങ്കിൽ ജയിലിൻ്റെ അറകൾ, അതാണ് ജയിലിൻ്റെ അറകൾ, അതാണ് സെൽസ്. ദ റോസ് ഓഫ് സെൽസ് ആർ അൺറൂഫ്ഡ്. സി, ഇപ്പോഴത്തെ ഒരവസ്ഥയാണ് പറയുന്നത്. അതായത് ജയിലുകൾക്കൊന്നും ഇപ്പം റൂഫില്ല, എല്ലാം തകർന്ന് കിടക്കുകയാണ്. അപ്പം മുകളിൽ റൂഫില്ല, അല്ലെങ്കിൽ വിത്തൗട്ട് റൂഫാണ് സെൽസ് എല്ലാം കിടക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നോക്കി, a flute for the wind's mouth, who comes with a breath of ice from the blue caves of the south. See, the flute, a flute for the wind's mouth എന്നുള്ളതിൻ്റെ മീനിങ് അവിടെ ടെക്സ്റ്റ് ഗ്ലോസറിയിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ചെക്ക് ദാറ്റ്. The wind clattered through the buildings make sad and eerie sounds. eerie എന്ന് പറഞ്ഞാൽ സ്ട്രേഞ്ച് സൗണ്ട്സ് ആണ്. അപ്പം അതായത് നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, ഇത് രണ്ടും കൂടെ ചേർത്ത് വായിക്കുമ്പം മുകളിലൊന്നും റൂഫില്ല, അതുപോലെ തന്നെ ബിൽഡിങ്സിലെല്ലാം തുളയാണ്.
അപ്പോൾ ഈ കടൽ തീരത്ത് നിന്ന് എപ്പോഴും കാറ്റടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ കാറ്റടിച്ച് ഈ ഭിത്തിയുടെ അകത്തെ ഈ തുളകളിലൂടെ കടന്നു പോകുമ്പം കാറ്റ് കടന്നു പോകുമ്പോൾ ഒരു പ്രത്യേക തരം സൗണ്ടാണ്, പേടിപ്പെടുത്തുന്ന ഭീകരമായൊരു സൗണ്ട് കേൾക്കാൻ പറ്റും. അപ്പം എന്താണ് ഇവിടെ പറയുന്നത്? അപ്പം ആ ഒരു റൂഫിലൂടെയും അതുപോലെ തന്നെ തുളകളിലൂടെയും എല്ലാം ഇങ്ങനെ കാറ്റ് കടന്നു പോകുവാണ്. അപ്പം ദ വിൻഡ് ക്ലാറ്റേർഡ് ത്രൂ ദ ബിൽഡിങ്സ് മേക്ക് സാഡ് ആൻഡ് ഇയറി സൗണ്ട്. ഫ്ലൂട്ട് എന്താണ്? ഓടക്കുഴലാണ്. അല്ലെങ്കിൽ എന്താണ്? ഓടക്കുഴലാണ്. ഓടക്കുഴലിനകത്ത് തുളകളുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ആ തുളകളിലൂടെ നമ്മുടെ വിൻഡ്, നമ്മുടെ വായിൽ നിന്നുള്ള വിൻഡ് അല്ലെങ്കിൽ ആ ഒരു ഊതുമ്പോഴാണ് ശരിക്കും നല്ല മധുരമായ ശബ്ദം കേൾക്കുന്നത്. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെയാണ്, അതിനെയാണ് ഇമേജറിയാണ്. ഒരു ഫ്ലൂട്ടിൻ്റെ കുഴലുകൾ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ആ ജയിലിൽ ഇപ്പോൾ ഉള്ള ആ ഒരു തുളകളുണ്ട്, ഒരു ഹോൾസ് ഉണ്ട്, റൂഫില്ല, അവിടെ എല്ലാം ഓപ്പണാണ്. അപ്പോൾ എല്ലാത്തിലൂടെ ഇങ്ങനെ വിൻഡ് ഇങ്ങനെ പാസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു ഇമേജറിയാണ്, അത് ഓർത്തിരുന്നോണം, ഫ്ലൂട്ട് ഇമേജറി. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഇമേജറി ഓഫ് ഫ്ലൂട്ട്. Then rows of cells are unroofed, a flute for the wind's mouth. അതെങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? അതൊരു വിൻഡിൻ്റെ മൗത്തിനൊരു ഫ്ലൂട്ടായിട്ടാണ് ആ തുളകൾ ആക്ട് ചെയ്യുന്നത്. ഹൂ കംസ്, ഹൂ എന്ന് പറയുന്നത് അവിടെ വിൻഡാട്ടോ. വിൻഡ് എങ്ങനെയാണ് വരുന്നത്? ഹൂ കംസ് വിത്ത് എ ബ്രീത്ത് ഓഫ് ഐസ് ഫ്രം ദ ബ്ലൂ കേവ്സ് ഓഫ് ദ സൗത്ത്. അതെവിടെ നിന്നാണ് വരുന്നത്? ഹൂ കംസ് എന്ന് പറഞ്ഞാൽ ഹൂ പറയുന്നത് പെർസോണിഫിക്കേഷനാണ്. നിങ്ങൾ കേട്ടിട്ട് കാണും, നമ്മൾ മനുഷ്യൻ്റെ ക്വാളിറ്റീസ് ഇല്ലാത്ത ആളെ ഹൂവ്, ഹീ എന്നൊക്കെ പറയുന്നത്. അതായത് ചിലപ്പം മൃഗങ്ങൾക്ക് അല്ലെങ്കിൽ സാധനങ്ങൾക്ക് ഒക്കെ നമ്മൾ പോയത്തിലൊക്കെ നമ്മൾ ഹീന്നും ഷീന്നും ഇറ്റെന്നും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ഷീ വാസ് ക്രൈയിങ്, അതായത് ചില പോയത്തിലൊക്കെ പൂച്ച കരയുമ്പോൾ ഷീ വാസ് ക്രൈയിങ് എന്നൊക്കെ പറയാറുണ്ട്. അതായത് മനുഷ്യൻ്റെ ആ ഒരു ഇത് കൽപ്പിക്കുവാണ്. അതിനാണ് പെർസോണിഫിക്കേഷൻ, പേഴ്സണായിട്ട് കൽപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ വിൻഡിനെയാണ് പെർസോണിഫൈ ചെയ്തിരിക്കുന്നത്, ഹൂ. അപ്പം അത് റോസ് ഓഫ് സെൽസ് ആർ അൺറൂഫ്ഡ്, അതായത് ജയിലിൻ്റെ മോൾവശങ്ങളെല്ലാം അൺറൂഫ്ഡ് ആണ്. അതിലെ ആരാണ് കടന്നു വരുന്നത്? വിൻഡ് നല്ല ഹാപ്പി ആയിട്ട് കടന്നു വരുവാണ്. എന്തിലൂടെ? ഫ്ലൂട്ടിനകത്തൂടെ എയർ പാസ് ചെയ്യുന്നതല്ല, അതുപോലെ സൗണ്ടും കേൾക്കുന്നുണ്ട്. ഹൂ കംസ്, ഇനി എങ്ങനെയാണ് ആ വിൻഡ് വരുന്നത്? വിത്ത് എ ബ്രീത്ത് ഓഫ് ഐസ് ഫ്രം ദ ബ്ലൂ കേവ്സ് ഓഫ് ദ സൗത്ത്. ദാറ്റ്സ് ദ മീനിങ്. Breath of ice. The images of Arctic cold winter are enhanced by the metaphor. ഈ ഓസ്ട്രേലിയയുടെ താഴ്ഭാഗത്താണ് ആർട്ടിക് ഓഷ്യൻ ഇരിക്കുന്നത്. അവിടെ നല്ല തണുത്ത ഏരിയ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് കാണാം. അന്റാർട്ടിക്കയുടെ ആ ഒരു പിന്നെ അങ്ങോട്ട് നീള് പോകുമ്പോഴാണ് നമ്മൾ അന്റാർട്ടിക്കയിലേക്ക്. അപ്പോൾ അവിടെ നിന്ന് വരുന്ന തണുത്ത കാറ്റ്, അതാണ് ദ ബ്രീത്ത് ഓഫ് ഐസ്, അതായത് ഐസിൻ്റെ ആ ഒരു സ്മെല്ലോടുകൂടി വരുന്ന ഒരു കാറ്റ്. ഫ്രം ദ ബ്ലൂ കേവ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ട് കാണും, മഞ്ഞ് വെളുത്തത് എന്നതിനെക്കാട്ടും ഉപരി നമ്മൾ ഈ അന്റാർട്ടിക്കയിലൊക്കെ കാണുമ്പോൾ ഒരു തരം നീല നിറമാണ്. അതാണ് ഈ ബ്ലൂ കേവ്സ് എന്ന് പറയുന്നത്. സോ സൗത്തിൽ നിന്ന് വരുന്ന ബ്ലൂ കേവ്സ്, അതായത് ആ ഒരു ആർട്ടിക് റീജിയനിൽ നിന്ന് വരുന്ന ഒരു തണുത്ത കാറ്റ്, ആ കാറ്റാണ് ഈ പറയുന്ന നമ്മുടെ റൂഫിൻ്റെ മുകളിൽ കൂടെ എല്ലാം കയറി ഫ്ലൂട്ട് പോലെ കടന്നു പോകുന്നത്. ആൻഡ് ദാറ്റ് ദേ ആർ ക്രിയേറ്റിംഗ് സം സൗണ്ട്. ഓക്കെ, ദെൻ O dark and fierce day, the wind like an angry bee hunts for the black honey in the pits of the hollow sea. O dark and fierce day. Now let's check the meaning. O dark and fierce day. So here dark and fierce day means the notion of a prison is made severe through the sustained image of stark environment. തകർന്ന് തരിപ്പണമായിട്ട് കിടക്കുന്ന ഒരു പ്രിസനാണ്. അപ്പോൾ അവിടെ എങ്ങനെയാണ്? ഡാർക്കാണ്, മൊത്തത്തിലൊരു ഡാർക്ക് അറ്റ്മോസ്ഫിയറാണ്. ആൻഡ് ഫിയേഴ്സ്, ഭയങ്കര റഫായിട്ടുള്ള ഒരു ഡേ ആണ്. ദ വിൻഡ് ലൈക്ക് ആൻ ആംഗ്രി ബീ. ഹിയർ വിൻഡ് ഈസ് എങ്ങനെയാണ്? കാറ്റ് എങ്ങനെയാണെന്ന് പറയുന്നത്? ആംഗ്രി ബീയെ പോലെയാണ്. ഹൺസ് ഫോർ ദ ബ്ലാക്ക് ഹണി. ഈ ബീ എന്ന് പറഞ്ഞാൽ തേനീച്ചയാണ്. ആ തേനീച്ച എന്തിനു വേണ്ടിയാണ് ചുറ്റി നടക്കുന്നത്? ഈ ഒരു തേനിന് വേണ്ടിയാണ് ഇങ്ങനെ തപ്പി നടക്കുന്നത്. അപ്പോൾ ഇവിടെ കാറ്റിനെ എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്? ഒരു ആംഗ്രി ബീ, ദേഷ്യം വന്നൊരു ഭയങ്കരമായി ദേഷ്യപ്പെട്ടിരിക്കുന്ന ഒരു ബീ. ഹു ഹൺസ് ഫോർ ദ ബ്ലാക്ക് ഹണി. ബ്ലാക്ക് ഹണി എന്ന് പറഞ്ഞാൽ അവിടെ കാണിക്കുന്നത്, ഹണി എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല സ്വീറ്റ് ആയിട്ടുള്ളതാണ്. ബ്ലാക്ക് ഹണി എന്ന് പറഞ്ഞാലോ ആ സ്വീറ്റിൻ്റെ ഓപ്പോസിറ്റാണ്. അപ്പം അത്യാർത്തി, അതായത് മനുഷ്യൻ്റെ അത്യാർത്തിയെയാണ് അവിടെ കാണിക്കുന്നത്. സോ ഹിയർ വി ക്യാൻ സീ വിൻഡ് ലൈക്ക് ആൻ ആംഗ്രി ബീയുടെ മീനിങ് എന്ന് പറഞ്ഞാൽ വിൻഡ് ഈസ് ലൈക്കൻഡ് ബൈ എ സിമിലി ടു ആൻ ആംഗ്രി ബീ സിംഗിങ് പെയിൻഫുള്ളി. ദേഷ്യം വന്നു കഴിയുമ്പോൾ ബീസ് നമ്മളെല്ലാം തേനീച്ച നമ്മൾ ഓടിച്ചിട്ട് കടിക്കാറില്ല. അപ്പോൾ ഒരു പ്രത്യേകതരം അവർ നന്നായിട്ട് മൂളുന്ന പാട്ട് പാടുന്ന സൗണ്ടൊന്നുമല്ല, ഭയങ്കര ഒരു ദേഷ്യത്തിൻ്റെ ഒരു സൗണ്ടാണ്. സോ ആംഗ്രി ബീ.
Through the personification of the wind, the suffering caused by human conflict is presented, and the vivid imagery allows the readers to relate the feelings of the prisoners to the airy atmosphere of the now ruined prison. See, അയാൾ അവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, പോയിട്ട് ഉദ്ദേശിക്കുന്നത് അവിടുത്തെ പ്രിസണേഴ്സ് ആംഗ്രി ബീയെ പോലെയായിരുന്നു. അതായത് അവിടെ മൊത്തം ഈ പറയുന്ന ഡാർക്ക് ആൻഡ് ഫിയേഴ്സ് അറ്റ്മോസ്ഫിയർ ആണ്. ഒരു പ്രിസൺ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, അറകളാണ്, ജയിൽ അറകളാണ്. അവിടെ താമസിച്ചുകൊണ്ടിരുന്ന ആളുകൾ ആംഗ്രി ബീയെ പോലെയായിരുന്നു. അതായത് എവിടെ എന്ത് ചെയ്യണമെന്നറിയാതെ. ആൻഡ് പിന്നെ they hunted for the black honey. See, black honey in the hollow sea means they hunted for the black honey in the pits of the hollow sea. See, ഈ ആംഗ്രി ബീ എന്ന് പറയുന്ന അത്രയും ആ തടവുകാരെയാണ് ആംഗ്രി ബീ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവരെന്താ ചെയ്തത്? ദേ ഹൺസ് ഫോർ ദ ബ്ലാക്ക് ഹണി ഇൻ ദ പിറ്റ്സ് ഓഫ് ദ ഹോളോ സീ. സോ ദേ ആർ സെർച്ചിങ് ഫോർ ദ ബ്ലാക്ക്. ഇതാ ആ കപ്പലിലുണ്ടായ ഒരു വഴക്കില്ലേ, അതിനെയാണ് ശരിക്കും പറഞ്ഞത് സൂചിപ്പിക്കുന്നത്. സി, ദ ഇമേജറി എൻഹാൻസസ് ദ പിക്ചർ ഓഫ് ഗ്ലൂം. ഇറ്റ് കുഡ് ഓൾസോ റെപ്രസെൻറ്റ് ദ ഗ്രീഡ്, അതാണ് ബ്ലാക്ക് ഹണി, ആൻഡ് അംബീഷൻ ഫെൽറ്റ് ബൈ ദ ക്രൂ ഓഫ് ദ ട്രയൽ എന്ന് പറയുന്ന ഷിപ്പ് ഡിസ്പ്ലേഡ് ത്രൂ ദ വിൻഡ് ആൻഡ് ദ സീ വിച്ച് നൗ എൻഗൾഫ് ദ ഗ്രാൻഡ് ഷിപ്പ് ആൻഡ് prison. See, displayed through the wind and sea which now engulf the grand ship and prison. So എങ്ങനെയാണെന്ന് നോക്കി, അതായത് ഈ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഡാർക്ക്, ഇറ്റ് വാസ് എ വെരി ഡാർക്ക് ആൻഡ് ഫിയേഴ്സ് ഡേ. അവിടെ എപ്പോഴും അങ്ങനെയാണ്, ഡാർക്ക് ആൻഡ് ഫിയേഴ്സ് അറ്റ്മോസ്ഫിയർ ആണ്. അപ്പോൾ അറ്റ്മോസ്ഫിയറിൽ കൺട്രോൾ വിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യം വന്ന ആംഗ്രി ബീസിനെ പോലെയായിരുന്നു പ്രിസണേഴ്സ് എല്ലാം. അവരെന്താ ചെയ്തത്? ദേ ഹൺസ് ഫോർ ദ ബ്ലാക്ക് ഹണി ഇൻ ദ പിറ്റ്സ് ഓഫ് ദ ഹോളോ സീ. സീ, കടലിൻ്റെ ആഴങ്ങളിൽ. അതായത് അവർ വഴക്കുണ്ടാക്കി കപ്പൽ തകർന്ന് ഒരുപാട് പേര് മരിച്ചു കാണും. അപ്പോൾ അവരെന്താണ്, ആ ഒരു ഗ്രീഡിനെസ്, അവരുടെ പൈസയ്ക്ക് വേണ്ടിയുള്ള അത്യാർത്തി കൊണ്ടാണ് അങ്ങനെ ഒരു അപകടം തന്നെ സംഭവിക്കുന്നത്. അപ്പോൾ ആ ഒരു അപകടം എങ്ങനെയാണ്, അത് എന്താണ്, ആ ഒരു കടൽ തന്നെ അവർ അത്യാർത്തി കൊണ്ട് അവർ കിട്ടാൻ ശ്രമിച്ച ആ കടൽ തന്നെയാണ് ഈ ഒരു പ്രസന്റ് മുഴുവൻ നശിപ്പിച്ചിട്ടിരിക്കുന്നതെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സോ ദ സീ വിച്ച് നൗ എൻഗൾഫ് ദ ഗ്രാൻഡ് ഷിപ്പ് ആൻഡ് ദ പ്രസന്റ് സീ, അത് ഒരേ സമയത്ത് ആ കപ്പലിനെ വിഴുങ്ങി ആ കടൽ, അതുപോലെ തന്നെ ഇപ്പോൾ ആ പ്രിസണേയും വിഴുങ്ങി. സോ മനുഷ്യൻ്റെ അത്യാർത്തിയുടെ പരിണിത ഫലമാണ് അവിടെ കാണിക്കുന്നത്. ദെൻ വേവ്സ് ഓഫ് ഷാഡോ വാഷ് the empty shell born bare, and like a bone it sings a bitter song of air. So waves of shadow wash. See, waves of shadow എന്ന് പറഞ്ഞാൽ it may be, നമ്മളതിനെ മേഘങ്ങളാണെന്ന് വിചാരിക്കാം. വേവ്സ് ഓഫ് ഷാഡോ, നിഴലുകൾ. അപ്പം മേഘങ്ങളാണെന്ന് കരുതുക. The clouds that hurry past cast like a dark ghost like shadow on the ruined prison. See, ഈ ruined prisonന്റെ മുകളിൽ കൂടി ഇങ്ങനെ എന്താണ്, പ്രേതങ്ങളൊക്കെ കടന്നു പോകുന്ന പോലെ നല്ല ഇരുണ്ട മേഘങ്ങൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് വേവ്സ് ഓഫ് ഷാഡോ. ദ വേവ്സ് ഓഫ് ദ സീ വാഷ് അവേ ദ ഡേർട്ട് ഫ്രം ദ ഷെൽസ് ബെയറിങ് ഇറ്റ്സ് ഇൻസൈഡ്, ലിവിങ് ബിഹൈൻഡ് നത്തിങ് ആൻഡ് എംപ്റ്റിനെസ് വിതൗട്ട് എനി ട്രേസ് ഓഫ് ലൈഫ്. സീ, വേവ്സ് ഓഫ് ഷാഡോ വാഷ് ദ എംപ്റ്റി ഷെൽ ബോൺ ബെയർ എന്ന് പറഞ്ഞാൽ, വേവ്സ് ഓഫ് ഷാഡോ എന്ന് പറയുമ്പോൾ അത് ക്ലൗഡ്സ് ആണ്. ക്ലൗഡ്സിനായിട്ട് ഈ ഇതിൻ്റെ മുകളിൽ കൂടെ നടക്കുന്ന ക്ലൗഡ്സ്, അത് വാഷ് ദ എംപ്റ്റി ഷെൽ. ഇനി കടലിൽ നിന്ന് വരുന്ന ആ ഒരു തിരമാലകൾ എന്താ ചെയ്യുന്നത്? അത് ഈ ഒരു കടൽ നമ്മുടെ പ്രിസണെ ഉൾപ്പെടെ പൂർണ്ണമായിട്ട് ഒന്നും ബാക്കി വയ്ക്കാതെ കംപ്ലീറ്റ് ആയിട്ട് വാഷ് ചെയ്ത് അല്ലെങ്കിൽ എടുത്തുകൊണ്ട് പോവുകയാണ്. കംപ്ലീറ്റ് ആയിട്ട് പൂർണ്ണമായിട്ട് തുടച്ച് നീക്കി കൊണ്ടുപോവുകയാണ്. ആൻഡ് ലൈക്ക് എ ബോൺ ഇറ്റ് സിങ്സ് എ ബിറ്റർ സോങ് ഓഫ് എയർ. സോ വാട്ട് ഈസ് ദാറ്റ്? എംപ്റ്റി ഷെൽ ബോൺ ബെയർ എന്ന് പറഞ്ഞാൽ ദ പ്രിസൺ സെൽസ് ആർ നൗ എംപ്റ്റി. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞത്. അതായത് ഈ മേഘങ്ങളിങ്ങനെ നമ്മുടെ പ്രിസൺസിൻ്റെ റൂഫില്ലാത്ത പ്രിസൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ വേവ്സ് ഓഫ് ഷാഡോ പോലെ പറന്ന് നടക്കുവാണ്. അപ്പോൾ ഈ കടലിലെ തിരമാലകൾ വന്ന് എംപ്റ്റി ഷെൽ ബോൺ ബെയറിൽ, അതായത് ഇപ്പോൾ എംപ്റ്റി ആയിട്ട് കിടക്കുന്ന, ആരുമില്ലാതെ കിടക്കുന്ന ആ ഒരു പ്രിസണിൻ്റെ വാൾസിലെല്ലാം ജീവനില്ല, മനുഷ്യരില്ല, ഒന്നുമില്ല. അങ്ങനെയുള്ളതെല്ലാം എന്താണ്, ആ ഒരു devoid of life, and the devastation that happened over time has exposed the building itself to its foundation such like the gaunt figure of a prisoner. See, അതായത് തകർന്ന ഒന്നുമില്ലാതായ അവസ്ഥയാണ്. അപ്പോൾ അതിൻ്റെ ഫൗണ്ടേഷൻ വരെ എടുത്തുകൊണ്ട് പോകുന്നത്, അതായത് അത്രയും ബേസിൽ വരെ, ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴ്ഭാഗമാണ്, അതുവരെ എടുത്തുകൊണ്ട് പോകുന്ന പോലെയാണ് കംപ്ലീറ്റ് ആയിട്ട് ഇത് കൊണ്ടുപോകുന്നത്. ഓക്കെ, ആൻഡ് ലൈക്ക് എ ബോൺ ഇറ്റ് സിങ്സ് എ ബിറ്റർ സോങ്. സി, ബോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ല്. ഓക്കെ, സോ ലൈക്ക് എ സ്കെലട്ടൺ, അസ്ഥികൂടം.
In a closet that has many tales to tell, the bone sings bitter songs, tale of people who were once there and of events that took place. As air blows through the hollow cells, it produces powerful sounds of echo, wind passing through a flute. അതായത് ഇവിടെ പറയുന്നത് ഇതിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഫൗണ്ടേഷൻ ഉൾപ്പെടെ ഇങ്ങനെ തുടച്ച് നീക്കി കൊണ്ടുപോവാണ് എം ടി ഷെൽസിൽ. അപ്പം പക്ഷേ എന്നിട്ട് പിന്നെന്താ ചെയ്യുന്നത്, ആ ഒരു ലൈക്ക് എ ബോൺ ഇറ്റ് സിങ്സ്, അതായത് നമ്മൾ അസ്ഥികൂടം, അതായത് ഇപ്പം എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നുമില്ല, അവശിഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ, അതാണ് അസ്ഥികൂടം എന്ന് പറഞ്ഞത്. സോ ലൈക്ക് എ ബോൺ ഇറ്റ് സിങ്സ്, അവർ എന്താണ് പാടുന്നത് ബിറ്റർ സോങ് ഓഫ് എയർ, അതായത് അവിടെ ജീവിച്ചിരുന്ന ആളുകളുടെ കഷ്ടപ്പാട്, അവരുടെ വിഷമങ്ങൾ, അവരുടെ പ്രിസണേഴ്സിൻ്റെ രോദനങ്ങൾ, അതൊക്കെയാണ് ശരിക്കും ഈ എയറിൽ ഇങ്ങനെ കേട്ട് നിൽക്കുവാണ്, പാട്ടുപോലെ നിൽക്കുവാണ്. അപ്പോൾ ഇവിടെ ആ ഒരു ഫ്ലൂട്ടിൻ്റെ ഇമേജാണ് വരുന്നത് കേട്ടോ. അവിടെ നല്ല പാട്ട് കേൾക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ കാറ്റ് ഊതി ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ആ കേൾക്കുന്ന അവരുടെ നിലവിളികളാണ്, അവരുടെ ആ ഒരു കരച്ചിലുകളാണ് എന്നാണ് റൈറ്റർ പറയുന്നത്. ദെൻ who built and labored here? The wind and the sea say their cold nest is broken and they are blown away. So what is it? Who built and labored here? See, ഇവിടെ ആരാണിത് പണിതത്, ആരാണ് ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നത്, ഇപ്പോഴും അറിയില്ല. ദ വിൻഡ് ആൻഡ് ദ സീസേ, കാടും നമ്മുടെ കാറ്റും കടലും എന്താണ് പറയുന്നത്, their cold nest is broken. See, അതായത് ആക്ച്വലി ഇവിടെ പറയുന്നത് cold nest is broken and they are blown away. അവിടെ താമസിച്ചിരുന്നവരാരായിരുന്നാലും അല്ലെങ്കിൽ അത് പണിതവരാരായിരുന്നാലും കാറ്റും കടലും പറയുവാണ് their cold nest is broken. അവരുടെ ആ ഒരു, അതായത് കോൾഡ് നെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, കൂടാണ്. അപ്പോൾ ഈ ജയിലിനെ ഒരു കൂടായിട്ട് കാണുവാണ്, അവരുടെ ഒരു എന്താണ് ഷെൽട്ടർ, അവർക്ക് തണലേകിക്കൊണ്ടിരുന്ന, അതായത് ഈ കടലിലെ പക്ഷികളുണ്ടല്ലോ, അവർ ഈ കടൽ തീരത്ത് പറ്റുന്നിടത്തെല്ലാം അവരിങ്ങനെ അവരുടെ കൂടുണ്ടാക്കും. അത് ഭയങ്കര തണുത്തതായിരിക്കും, അതായത് കടൽ പക്ഷിക്ക് തണുപ്പ് കുഴപ്പമില്ല, അപ്പോൾ അതുകൊണ്ട് അവർ കൂടുകളുണ്ടാക്കും. അതുപോലെ തന്നെയുള്ള ഈ ജയിൽ പുള്ളികൾക്ക് താമസിക്കാൻ പറ്റിയൊരു കൂടായിരുന്നു ഈ പറയുന്ന നമ്മുടെ ആ ഒരു പ്രിസൺ എന്ന് പറയുന്നത്. അപ്പം ദെയർ കോൾഡ് നെസ്റ്റ് ഈസ് ബ്രോക്കൺ. സി, അവരുടെ ആ ഒരു കടൽ തീരത്തുള്ള ആ തണുത്ത ആ ഒരു നെസ്റ്റ്, ഓക്കെ. അതിന് പക്ഷേ കോൾഡ് എന്ന് പറയാൻ കാരണം എന്താ പറയുക, അതിനൊരു നല്ലൊരു നന്മയോ ഒരു സ്നേഹമോ ഒരു സെക്യൂരിറ്റി ഒന്നുമില്ല. നമ്മൾ പറഞ്ഞു അവർ ഓൾറെഡി തമ്മിൽ എപ്പോഴും വഴക്കായിരുന്നെന്നൊക്കെ. അപ്പോൾ അതിനൊരു കോൾഡ്നെസ് ആണ്, ഒരു തണുപ്പാണ്, അല്ലാതെ ഒരു ചൂടുള്ള ഒരു വാംതുള്ള ഒരു നല്ലൊരു ഫീൽ ഇല്ല. അതൊരു വെറും ഒരു, അതായത് നമ്മുടെ വീടെന്നൊക്കെ പറയുന്നത് എന്താണ്, നമ്മൾ തമ്മിലുള്ള സ്നേഹബന്ധങ്ങളാണ് അവിടെ ഏറ്റവും വലുത്, അല്ലെങ്കിൽ നമ്മളൊരു സ്ഥാപനം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള സ്നേഹബന്ധങ്ങളാണ് വലുത്. അതില്ല അവിടെ. അതൊരു വെറും ഒരു കൂട് മാത്രമാണ്, അതൊരു തണുത്ത കൂട്. അത് ദാറ്റ് ഈസ് ബ്രോക്കൺ ആൻഡ് ദേ ആർ ബ്ലോൺ അവേ. ബ്ലോൺ എന്ന് പറഞ്ഞാൽ അവരെ പൂർണ്ണമായിട്ടും ഇങ്ങനെ തുടച്ച് നീക്കി കൊണ്ടുപോയി എന്നാണ് അതിൻ്റെ അർത്ഥം. സോ അതായത് നമ്മൾ ഒരിടത്ത് താമസിക്കുന്നവർ തമ്മിലൊരു സ്നേഹവും അടുപ്പവും ഒക്കെ ഉണ്ടാകും, പക്ഷെ അവിടെയുള്ളവർ തമ്മിൽ അതില്ലായിരുന്നു. ഓക്കെ, അതുകൊണ്ടും കൂടെ ആയിരിക്കാം അവിടെ പൂർണ്ണമായിട്ടും നശിച്ചു പോയത്. ദെൻ they did not breed nor love. So this is the point. അതായത് ഇവിടെ നമ്മൾ നെസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ പറഞ്ഞു കടൽ പക്ഷികളുടെ നെസ്റ്റിനെയാണ് ഉപമിക്കുന്നതെന്നുള്ളത്. അപ്പം ആ കടൽ പക്ഷികൾ ചെയ്യുന്നത് പോലെ ഇവർ എന്താണ് സ്നേഹത്തോടെ കൂടുകൂട്ടുകയോ അല്ലെങ്കിൽ എന്താണ് അവർ തമ്മിൽ സംസാരിക്കുകയോ നല്ല റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കുകയോ ഒന്നുമില്ല. കടൽ പക്ഷികൾ തമ്മിൽ നല്ല സ്നേഹത്തിലാണ്. അങ്ങനെയുള്ളൊരു ബ്രീഡോ ഒരു സ്നേഹമോ ഒന്നും അവർ തമ്മിലില്ലായിരുന്നു. ദേ ഡിഡ് നോട്ട് ബ്രീഡ് നോർ ലവ്. ഈച്ച് ഇൻ ഹിസ് സെൽ എലോൺ. ഓരോരുത്തരും അവരവരുടെ സെല്ലിൽ തന്നെ. അത് ചിലപ്പോൾ ഇവരുടെ കുറ്റം കൊണ്ടായിരിക്കില്ല, അവരെ അങ്ങനെ പുറത്തോട്ട് കിടക്കാനോ ഒന്നും ചെയ്യാനോ അനുവദിക്കാത്തതുകൊണ്ടായിരിക്കാം. ഒരിടത്ത് തനിയെ ഒരു സെല്ലിൽ തനിയെ കിടന്ന് പഠിച്ചതുകൊണ്ടായിരിക്കാം. സോ ഈച്ച് ഇൻ ഹിസ് സെൽ എലോൺ ക്രൈഡ് ആസ് ദ വിൻഡ് നൗ ക്രൈസ്. ഇപ്പോൾ ഈ കാറ്റ്, ഈ ഫ്ലൂട്ട് തുളകളുടെ ഇടയിലൂടെ കാറ്റ് കയറി പോകുമ്പോൾ കേൾക്കുന്ന ഒരു കരച്ചിലുകളുണ്ട്, അതുപോലെ അവിടെ കിടന്ന് ഓരോ മനുഷ്യനും ഓരോ സെല്ലിലും കിടന്ന് കരഞ്ഞിട്ടുണ്ടാകാമെന്നാണ് റൈറ്റർ പറയുന്നത്. ത്രൂ ദിസ് ഫ്ലൂട്ട് ഓഫ് സ്റ്റോൺ. ഫ്ലൂട്ട് ഓഫ് സ്റ്റോൺ എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഇതിന് ഓരോ കല്ലുകളൊക്കെ തകർന്നും പൊളിഞ്ഞും ഒക്കെ കിടക്കുവാണ്. അപ്പോൾ അതിലെ ഇങ്ങനെ കാറ്റ് കയറി പോകുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും, നല്ല ശബ്ദം കേൾക്കും. അത് ചിലപ്പോൾ നിലവിളികൾ പോലെ ഒക്കെ ആയിരിക്കാം കേൾക്കുന്നത്.
അപ്പോൾ ആ ഒരു കാറ്റിപ്പോൾ കരയുന്നത് പോലെ അന്ന് അവരും ഏകാന്തരായിട്ട് ഇങ്ങനെ ഓരോ സെല്ലുകളിൽ കിടന്ന് കരഞ്ഞിട്ടുണ്ടാകാമെന്നാണ് റൈറ്റർ പറയുന്നത്. സോ ഇവിടെ ഫ്ലൂട്ട് എന്നുള്ള ഇമേജറിയാണ് റിപ്പീറ്റ് ചെയ്ത് വീണ്ടും 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 പറഞ്ഞിരിക്കുന്നത് കേട്ടോ, അത് ഓർത്തിരുന്നോണം. അപ്പം എന്താണ് ഒരു പെയിൻഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് കംപ്ലീറ്റ്ലി ഈ പോയം ഡെപിക്റ്റ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദ പോയം. താങ്ക് യു.